ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് അവലും പഴവും വെച്ചിട്ട് നല്ലൊരു പലഹാരമായിട്ടാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഈ പലഹാരം വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവലാണ്. അപ്പോൾ 3 കപ്പ് അളവിലുള്ള അവലാണ് നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് അവലിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 6-7 ഏലക്കായുടെ സീഡിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 240 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന അവലിൻ്റെ കപ്പിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ആ ബൗളിലേക്ക് നമുക്ക് ഈ അവലിൻ്റെ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 3 ചെറിയ പഴമാണ്. അപ്പോൾ പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഈ സെയിം ജാറിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് വന്നിട്ടില്ല, ചെറിയ ചെറിയ പീസുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് ആ ബൗളിലേക്ക് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ശർക്കര പൊടിച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ നമുക്ക് ഒരു 3 ടീസ്പൂൺ അളവിലുള്ള നാളികേരം ചിരകിയതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരയുടെ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ചേർത്താൽ മതി. അപ്പോൾ പഴത്തിനും നേരിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി നമുക്കിത് കറക്റ്റ് മധുരം മതിയാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അവലിൻ്റെ പൊടി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ലൂസായിട്ട് പോകരുത്. കാരണം നമുക്കിത് ഉരുട്ടി എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉരുട്ടി എടുക്കാൻ പറ്റിയ പാകത്തിനാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതി. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വെച്ചേക്കാം. കാരണം അവലായതുകൊണ്ട് അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചിലപ്പോൾ കുറച്ച് തിക്കായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടാൽ നമുക്ക് തിക്കായിട്ട് തോന്നിയാലും കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, സ്പോഞ്ച് പോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓയിൽ ചേർത്താൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിൽ അധികം നമുക്ക് വേണ്ടി വരില്ല. അത് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ പതുക്കൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ ഒരു 1/2 ടീസ്പൂൺ ഓയിലില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് കളറൊക്കെ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ ഇത് ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതേപോലെ ഉരുളകളാക്കി വെച്ചതുകൊണ്ട് വളരെ എളുപ്പമായി. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നമുക്ക് വെക്കണമെങ്കിൽ നമ്മളുടെ പണിയും കുറയും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്ന് കളറ് മാറുമ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വശം മാത്രമായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ 4 മണി പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.